വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കുറേ നാളുകൾക്ക് ശേഷമാണല്ലേ എൻ്റെ ഒരു വീഡിയോ വരുന്നത്. ഇന്ന് എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ വീഡിയോയിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. ഞാനിപ്പോൾ ഒരു കോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോസ്റ്റലിലാണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ ഹോസ്റ്റലിലുള്ള കുറേ രസകരമായിട്ടുള്ള വീഡിയോസൊക്കെ ഇനി ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യാം കേട്ടോ. അപ്പം എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഹലോ ഗായ്സ്, നമ്മളിപ്പം നമ്മുടെ മുന്നിൽ ബ്രൈഡ് എന്ന് പറയുമ്പോൾ കുട്ടി പ്രത്യേകം പറഞ്ഞിരുന്നു നല്ല ഹെയർ സ്റ്റൈൽ കൊടുക്കണം. അപ്പം ഞാൻ സ്വയമായിട്ട് ഇതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മള് ഒരുപോലെ ഈക്വൽ മുടി എടുക്കണം, എന്നാലും ഇങ്ങനെ സെറ്റ് ആയിട്ട് വളരെ നല്ല ഇൻഫർമേഷൻ. പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നല്ല മുടി ആയിരിക്കണം, നല്ല കാന്തലായിരിക്കണം. അതെ, കുട്ടിക്ക് മുടിയില്ല. ഞാൻ ഒരു പുതിയൊരു പ്രോഡക്റ്റ് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കോൺഷ്യസ് കെമിസ്റ്റിൻ്റെ സ്നെയിൽ മാജിക് എന്ന് പറഞ്ഞിട്ട്. സ്നെയിൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ, ഒച്ചിൻ്റെ എന്തൊക്കെയോ ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഭയങ്കര അടിപൊളിയാണ്. നമ്മുടെ സ്കിന്ന് റിപ്പയർ ചെയ്യാനും അതുപോലെ തന്നെ സ്മൂത്തൻ ചെയ്യാനും ബ്രൈറ്റൻ ആവാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒരു തവണ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് അതിൻ്റെ ഒരു ഡിഫറൻസ് മനസ്സിലാവും. സത്യം പറയുകയാണെങ്കിൽ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന അന്നായിരുന്നു ഞാൻ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ആ ഡിഫറൻസ് മനസ്സിലാക്കുമായിരിക്കും. സ്കിന്നിൻ്റെ ഒരു നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഒരു സൂം ചെയ്യുമ്പോഴത്തേക്കും യൂസ് ചെയ്ത സൈഡിലുള്ളതും യൂസ് ചെയ്യാത്ത സൈഡിലുള്ളതും ഫേസ് ഒന്ന് നോക്കി നോക്കൂ കേട്ടോ. ഭയങ്കര ഗ്ലോ ആയിട്ടിരിക്കുന്നുണ്ട്. ഇതിന് ശേഷം ഇപ്പോൾ ഒരു 1 വീക്കായി ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം എന്നോട് എല്ലാവരും ചോദിക്കുന്നുണ്ട് ഫേസിന് എന്താ പെട്ടെന്നൊരു ചേഞ്ച് എന്നുള്ളത്. കാരണം ഭയങ്കരമായിട്ട് ഒരു ലൈറ്റൊക്കെ വരുന്ന സമയത്തൊക്കെ ഭയങ്കര ഒരു സോഫ്റ്റ് ആയിട്ടുള്ളതുപോലെയും ഒരു ഗ്ലോ ആയിട്ടുള്ളതുപോലെയും എല്ലാവർക്കും ഫീൽ ചെയ്യും. നമുക്ക് തന്നെ സ്വയം ഫീൽ ചെയ്യും. നമ്മൾ വാഷ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു സ്മൂത്ത് ആയിട്ടിരിക്കണ ആ ഒരു സ്കിൻ അത് മാറുന്നില്ല, അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. കണ്ടിന്യൂയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കൊരു ഡിഫറൻസ് ലൈറ്റ് അടിക്കുമ്പോൾ മനസ്സിലാവും. ലൈറ്റ് അടിക്കുമ്പോൾ ഉണ്ടോ? ശരിക്കും ഉണ്ടോ? ശരിക്കും ഗ്ലോ ഉണ്ടോ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി മതിയോ? ഞങ്ങൾ ഒരുക്കമൊക്കെ കഴിഞ്ഞ് ബാഗൊക്കെ പാക്ക് ചെയ്ത് കോളേജിലേക്ക് പോവുകയാണ് കേട്ടോ. കോളേജിലേക്ക് പോയിട്ട് ഞാനിന്ന് ഉച്ചയ്ക്ക് ശേഷം ക്ലാസ് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോവുകയാണ്. കണ്ടോ, നമ്മൾ അടിപൊളി ഫുഡൊക്കെയാണ്. ഞാൻ ബസ്സിലാണ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. ഒരു 1.5 മണിക്കൂർ ട്രാവലേ ഉള്ളൂ. പക്ഷേങ്കിൽ പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ നിൽക്കുന്നത്. പിന്നെ ഒരാഴ്ചയായിട്ട് മോനെ കാണാൻ പോകുന്നതിൻ്റെ ഒരു ഭയങ്കര എക്സൈറ്റ്മെൻറ്റും കൂടി ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഉച്ചയ്ക്ക് തന്നെ ഇറങ്ങി വന്നത് കേട്ടോ. ഇഷ്ടപ്പെട്ടോ? അമ്മേൻ്റെ അടുത്ത് അത്രയൊന്നും പൈസ ഇല്ല. അത് കഴിഞ്ഞ് രാത്രി ആയപ്പോൾ ഞങ്ങൾ കല്യാണത്തിന് പോയി. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കല്യാണമാണ്. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ലീവാക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പം ഞങ്ങൾ അവിടെ പോയി. അടിപൊളിയായിരുന്നു. എല്ലാ കുട്ടികളെയും കുറേ ദിവസത്തിന് ശേഷം കണ്ടതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു. ഇതില് കൊള്ളുന്നില്ലായിരുന്നു. നമ്മുടെ ജാഗരി ജിലേബിയൊക്കെ ഇല്ലേ, അത് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അതിങ്ങനെ ലൈവായിട്ട് അവരവിടെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഇങ്ങനെ ഇരുന്നപ്പോൾ ഒരു വൈബിന് വേണ്ടിയിട്ട് ഞാൻ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് ലൈവായിട്ട് ഞങ്ങൾ ചൂടോടുകൂടി കഴിക്കുകയാണ് ചെയ്തത്. അടിപൊളിയായിരുന്നു കേട്ടോ. അമ്മയും മോനും എടുക്കുന്ന പ്രത്യേകം വീഡിയോ എടുക്കാൻ പറഞ്ഞിരിക്കുന്നേ. അതാണ് എങ്ങനെയുണ്ട്? കുഴപ്പമില്ലേ? മോനെ എടുത്തിട്ടേ ഇല്ല, കുടിച്ചിട്ട് ആറ്റിക്കല്ലേ ഒന്നും കൂടി ഓപ്പോസിറ്റ് മൂപ്പരമായിരിക്കും. பூவே செம்பூவே உன் வாசம் வரும் வாசல் என் வாசல் உன் பூங்கா. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. കുറേ കളിക്കുകയൊക്കെ ചെയ്ത് ഞങ്ങൾ കിടന്നുറങ്ങാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. അപ്പം അടിപൊളി ഒരു ദിവസമായിരുന്നു. കുറേ ദിവസത്തിന് ശേഷം ഭയങ്കരമായിട്ട് പിന്നെ ഇവരെയൊക്കെ കണ്ടതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു. പോലെ ലാസ്റ്റ് ഞാൻ ഒരു പ്രൊഡക്റ്റും കൂടെ പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഇത് ഞാൻ നേരത്തെ രാവിലെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ, സ്നെയിലിൻ്റെ ഒരു പ്രൊഡക്റ്റ്. അതുപോലെ തന്നെ കോൺഷ്യസ് കെമിസ്റ്റിൻ്റെ ഒരു ഐ കണ്ടർ ട്രീറ്റ്മെൻറ്റാണ്. ഇതിൻ്റെ ഇത് കാണുമ്പോൾ തന്നെ ഒരു അടിപൊളിയായിട്ട് വാവായിട്ട് തോന്നുന്നില്ല. ഇതിൻ്റെ പാക്കേജൊക്കെ അടിപൊളിയാണ് കേട്ടോ.
അപ്പോൾ ഞാനിത് നമ്മളെ അണ്ടർ ഐൻ്റെ ഡാർക്ക്നെസ് ഒക്കെ മാറാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ ഈ ഐ ഒക്കെ ഭയങ്കര പഫി ആയിട്ട് നിൽക്കാനും ഫൈൻ ലൈൻസൊക്കെ വരാനും വേണ്ടിയിട്ട് ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒരു യൂസേജും അടിപൊളിയാണ്. നമുക്ക് വേറൊരാളെ ഹെൽപ്പ് വേണ്ട. ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു 2 പ്രൊഡക്റ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ലിങ്കും അതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഭയങ്കര അടിപൊളി പ്രൊഡക്റ്റാണ്. നമ്മൾ ഒരു ടൈമെങ്കിലും നമ്മൾ ഈ ഒരു സ്നെയിലിൻ്റെ പ്രൊഡക്ട്സൊക്കെ നമ്മളൊന്ന് യൂസ് ചെയ്ത് നോക്കണം. ഇച്ചിരി പൈസ ഉണ്ട്, എന്നാലും നമുക്ക് വർത്തിയാണ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പം ഞാൻ ഉറങ്ങാൻ പോവുകയാണ്. ഗുഡ് നൈറ്റ് ആൻഡ് ബൈ.